ഏക സിവിൽ കോഡ് കടുത്ത എതിർപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഏക സിവിൽ കോഡെന്നും ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചേർക്കുമെന്നും ബോർഡ് പ്രതികരിച്ചു. മോദിയുടെ നീക്കം ദേശീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടിയന്തര യോഗം ചേർന്നിരുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഏക സിവിൽ കോഡെന്ന് ബോർഡ് അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ നിയമ കമ്മീഷനു മുന്നിൽ ശക്തമായ എതിർപ്പറിയിക്കാനാണ് തീരുമാനം. 3 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾക്കൊപ്പം ഏക സിവിൽ കോഡിന്റെ നിയമവശങ്ങളും ചർച്ച ചെയ്തു. അഭിഭാഷകരും വിദഗ്ധരും ഉന്നയിച്ച കാര്യങ്ങൾ കൂടി പരിഗണിച്ച് നിയമ കമ്മീഷനു മുന്നിൽ കരട് സമർപ്പിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ഏക സിവിൽ കോഡിനെ എതിർത്ത് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ധ്രുവീകരണമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും ദേശീയ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ദേശീയ വിഷയങ്ങളിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കുക. ഇപ്പൊ മണിപ്പൂർ വിഷയമാണല്ലോ ഏറ്റവും ചർച്ച ചെയ്യേണ്ടത്. 60 ദിവസമായിട്ടും പ്രധാനമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല. പ്രസ്ഥാനങ്ങളുടെ പീസ് കോഡ് പോലും വന്നിട്ടില്ല. ഇതിപ്പോ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും മറ്റു ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നത്, ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ തിരിച്ചുവിടാനായിട്ട് ഏത് രീതിയിൽ തിരിച്ചുവിട്ടാൽ ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണ്ടാൽ മതി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബിജെപിയുടെ നീക്കമെന്നും കോൺഗ്രസ് ആരോപിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.